സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റൂട്ടിലുള്ള സ്ട്രക്ചേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, അതായത് ഈ ഹൈലത്തിലുള്ള സ്ട്രക്ചേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്രം ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ, അതായത് മുമ്പെന്ന് പുറകിലേക്ക്. SP ബാലസുബ്രഹ്മണ്യൻ ഓർത്താൽ മതി. SPB. S stands for superior pulmonary vein and P starts for pulmonary artery and B stands for bronchus. ജസ്റ്റ് ഒരു അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണിത്. ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. കോച്ചിങ് ക്ലാസ്സിൽ കിട്ടിയൊരു വിവരമാണ് കേട്ടോ ഇത്, കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ്. ഏറ്റവും ഫ്രണ്ടിൽ സുപ്പീരിയർ പൾമണറി വെയിൻ, അതിൻ്റെ പുറകിൽ പൾമണറി ആർട്ടറി, അതിൻ്റെ പുറകിൽ ബ്രോങ്കസ്. അങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. പിന്നെ ഉള്ളത് എബവ് ഡൗൺവേർഡ്സ്, മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ അത് രണ്ടിലും വ്യത്യാസമുണ്ട്. റൈറ്റിലെങ്കിലും ലെഫ്റ്റിലെങ്കിലും വ്യത്യാസമുണ്ട്. ഇത് 2 ലങ്ങിനും സെയിമാണ്, 2 ലങ്ങിനും സെയിമാണ് ഈ ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്. എബവ് ഡൗൺവേർഡ്സിലെ അറേഞ്ച്മെൻറ്റ് റൈറ്റിലും ലെഫ്റ്റിലും വ്യത്യാസമുണ്ട്. റൈറ്റ് സൈഡിൽ എപ്പാർട്ടീരിയൽ ബ്രോങ്കസ്, പൾമണറി ആർട്ടറി, ഹൈപ്പാർട്ടീരിയൽ ബ്രോങ്കസ് ആൻഡ് ഇൻഫീരിയർ പൾമണറി വെയിൻ. പേരുകളൊക്കെ ഓർത്തിരിക്കുക, അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അത്രയും ഇപ്പോൾ ഇത് പ്രത്യേകിച്ചെടുത്ത് പറയാൻ മനസ്സിലാകേണ്ട രീതിയിലൊന്നുമില്ല. ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ആ ഒരു ഓർഡർ പറഞ്ഞു. ചിലപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് തെറ്റിച്ചിട്ട് ഏതാണ് ശരിക്കുള്ള അറേഞ്ച്മെൻറ്റ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ഒരു ചോദ്യമായിരിക്കും മിക്കവാറും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ലെഫ്റ്റ് ലങ്ങിലാണെങ്കിൽ പൾമണറി ആർട്ടറി, ബ്രോങ്കസ് ആൻഡ് ഇൻഫീരിയർ പൾമണറി വെയിൻ. അപ്പോൾ ചിലതൊക്കെ ഒരേപോലെ തന്നെയൊക്കെയാണ് ഇരിക്കുന്നത്. ഓക്കെ, കാരണം പൾമണറി ആർട്ടറി ഇവിടെ വരുന്നു, ഇവിടെയും പൾമണറി ആർട്ടറി മുകളിൽ വരുന്നുണ്ട്. പിന്നെ ബ്രോങ്കസ്, അത് ഈ എപ്പാർട്ടീരിയൽ ഹൈപ്പാർട്ടീരിയൽ ബ്രോങ്കസ് റൈറ്റിലെങ്കിൽ പ്രത്യേകിച്ച് ഉണ്ടെന്ന് ഓർത്താൽ മതി. ഓക്കെ, പൾമണറി വെയിൻ രണ്ടിലും താഴെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇനി നമുക്കുള്ളത് സർഫസ് അനാട്ടമി ഓഫ് ലങ്. അതായത് നമ്മൾ പ്ലൂറയുടെ പഠിച്ചില്ലേ, ആൻറ്റീരിയർ ബോർഡറും ഇൻഫീരിയർ ബോർഡറും. അതേപോലത്തെ സെയിം സംഭവം തന്നെ ലങ്സിനുണ്ട്. അത് പഠിക്കാനും സുഖമാണ്, കാരണം പ്ലൂറയുടെ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് പഠിക്കാൻ എളുപ്പമുണ്ടാവും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ലങ്ങിനെ വരക്കാം.